ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഒരു ചാപ്റ്റർ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടങ്ങിയ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വരുന്ന ആക്ടിവിറ്റീസാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ലെറ്റ്സ് റിവൈൻഡും ആക്ടിവിറ്റീസും ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. Let's rewind ആദ്യത്തെ question. Go through the passage and choose the most suitable of the options given. What motivated Abdul Kalam to take on the newspaper delivery? Answer: to help and support his family. Second question. What do you think was the biggest challenge Abdul Kalam faced as a newspaper delivery boy? The need to balance work and learning. Third, what was the major effect of World War II on Kalam's family? They had to ration food. Fourth, what important skill did Kalam develop by newspaper delivery? Time management. അടുത്ത ക്വസ്റ്റ്യൻ, റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വാട്ട് ഡിഡ് കലാംസ് മദർ ഡു ടു സപ്പോർട്ട് ഹിം ഇൻ ഹിസ് ഡെയിലി റുട്ടീൻ? കലാമിൻ്റെ ഡെയിലി റുട്ടീനിൽ അമ്മ എങ്ങനെയാണ് അവനെ സഹായിച്ചതെന്നാണ്. Answer: Kalam's mother's support is implied by her secret pride in him taking on the role of a working man, which likely provided emotional encouragement and possibly practical support in his daily routine. ഇതിൽ ശരിക്ക് കലാമിൻ്റെ അമ്മ അവരെ സപ്പോർട്ട് ചെയ്തു എന്നതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് ആ ചാപ്റ്ററിൽ ഒന്നും പറയുന്നില്ല. പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് വേണ്ടി ഫുഡ് അവരധികം കഴിക്കാതെ അത് കുട്ടികൾക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കലാം ജോലി ചെയ്യുന്നതിൽ അമ്മ പ്രൗഡായിരുന്നു. അപ്പോൾ അവരൊരു ഇമോഷണൽ എൻകറേജ്മെൻറ്റ്, പ്രാക്ടിക്കലി ചെയ്യാവുന്ന സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കലാം ബാലൻസ്ഡ് ഹിസ് വർക്ക് ആൻഡ് സ്കൂൾ, പ്ലേയിങ് ഹിസ് പാർട്ട് ഇൻ എ വേ ദാറ്റ് ട്രൂലി മാറ്റേർഡ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ചിൽഡ്രൻ ഇവോൾവിങ് ഇൻ ടു റെസ്പോൺസിബിൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി? ഇതിൽ ഈ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഒപ്പീനിയനാണ് ചോദിച്ചിരിക്കുന്നത്. കലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവൻ്റെ ജോലിയും സ്കൂളും പഠിത്തവും അതുപോലെ പ്ലേയിങ് ഹിസ് പാർട്ട് ഇൻ എ വേ ദാറ്റ് ട്രൂലി മാറ്റേർഡ്, ആ 2 കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി അല്ലേ. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഫാമിലിയിലെ റെസ്പോൺസിബിലിറ്റി എല്ലാം ഏറ്റെടുത്ത് ഒരു റെസ്പോൺസിബിൾ ചൈൽഡായിട്ട് വളരുന്നതിനോട് നിങ്ങളുടെ ഒപ്പീനിയനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ: ചിൽഡ്രൻ ഇവോൾവിങ് ഇൻ ടു റെസ്പോൺസിബിൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ത്രൂ കോൺട്രിബ്യൂട്ടിംഗ് ടു ഹൗസ് ഹോൾഡ് കോസ്റ്റ്, മാനേജിംഗ് ദെയർ ടൈം ഇഫക്റ്റീവ്ലി ഫോർ സ്റ്റഡീസ് ആൻഡ് അതർ കമ്മിറ്റ്മെൻറ്റ്സ് ഓർ ഈവൻ ടേക്കിംഗ് ഓൺ ഏജ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസിബിലിറ്റീസ് ക്യാൻ ഫോസ്റ്റർ എ സെൻസ് ഓഫ് സെൽഫ് റിലയൻസ്, ഡിസിപ്ലിൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഫാമിലി വാല്യൂസ്. It can also help them appreciate the efforts of others and develop crucial life skills for their future. അപ്പോൾ കുട്ടികൾ ഇതിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല, ഞാനിടാം. കുട്ടികളിങ്ങനെ റെസ്പോൺസിബിളായിട്ട്, അതായത് വീട്ടിലത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്ത് വളരുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അവർക്ക് വീട്ടിലത്തെ കാര്യങ്ങളും വീട്ടിലത്തെ കമ്മിറ്റ്മെൻ്റ് ആവും അല്ലേ, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ സെൽഫ് റിലയൻസും ഡിസിപ്ലിനും ഇങ്ങനത്തെ കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡിങ് ഇതെല്ലാം അവർ പഠിക്കും. ഫാമിലി വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കും ചെറുപ്പം മുതൽ. ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വളരുന്ന കുട്ടികൾ. ഇറ്റ് ക്യാൻ ഓൾസോ ഹെൽപ്പ് ദം അപ്രീഷിയേറ്റ് ദി എഫേർട്സ് ഓഫ് അതേഴ്സ് ആൻഡ് ഡെവലപ്പ് ക്രൂഷ്യൽ ലൈഫ് സ്കിൽസ് ഫോർ ദി ഫ്യൂച്ചർ. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറില്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഴഞ്ചൊല്ലൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ചെറുതാവുമ്പോൾ ശീലിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കലാം തന്നെ ടൈം മാനേജ്മെൻറ്റ് പോലുള്ള കുറേ കാര്യങ്ങൾ ശീലിച്ചു അല്ലേ. അത് അവരുടെ ഫ്യൂച്ചറിന് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. ഞാൻ ഇത് എൻ്റെ ഒപ്പീനിയനാണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ്, ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് ആണ് ആക്ടിവിറ്റി. ഫസ്റ്റ്, യങ് കലാം ഹാഡ് എ ഡിഫിക്കൽട്ട് ടൈം കളക്ടിങ് ന്യൂസ് പേപ്പർ ബണ്ടിൽസ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ സിൻസ് ദ ട്രെയിൻസ് ഡിഡ്ന്റ് സ്റ്റോപ്പ് ദർ. അതർ റെസിഡൻസ് ഓഫ് ദ വില്ലേജ് ടു ഫൗണ്ട് ദിസ് ഇൻകൺവീനിയൻറ്റ്. ഇമാജിൻ ദാറ്റ് യങ് കലാം ടേക്സ് ദി ഇനിഷ്യേറ്റീവ് ടു റൈറ്റ് എ ലെറ്റർ ടു ദ ഡിവിഷണൽ മാനേജർ സദേൺ റെയിൽവേ റിക്വസ്റ്റിംഗ് ദം ടു റീഇൻസ്റ്റേറ്റ് ദ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. അതായത് രാമേശ്വരം സ്റ്റേഷനിൽ ട്രെയിൻ നിർത്താത്തതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്,
നമ്മുടെ സദേൺ റെയിൽവേയിലെ ഡിവിഷണൽ മാനേജർക്ക് അവിടെ ഒരു സ്റ്റോപ്പ് കൊടുക്കണം, രാമേശ്വരം സ്റ്റേഷനിൽ ഒരു സ്റ്റോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം വേണ്ട ഫോർമാറ്റ് കണ്ടല്ലോ, അത് സെൻഡർ ആരാണോ അയക്കുന്നത് അവരുടെ അഡ്രസ്സ്, ഡേറ്റ്, ആർക്കാണോ അയക്കുന്നത് റെസിപ്പിയൻറ്റിൻ്റെ അഡ്രസ്സ്, പിന്നെ നമ്മൾ സല്യൂട്ടേഷൻ കൊടുക്കുക, ഡിയർ സർ മാഡം എന്താണോ അത് കൊടുക്കുക, എന്താണോ സബ്ജക്റ്റ് അത് കൊടുക്കണം, പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ മെയിൻ കണ്ടൻറ്റ്, പിന്നെ കൺക്ലൂഷൻ, ഇതാണ് ബോഡി പാർട്ടിൽ വരിക, പിന്നെ സബ്സ്ക്രിപ്ഷൻ, താങ്ക് യു അങ്ങനെ എന്താണോ കൊടുക്കുക, പിന്നെ പേര് കൊടുക്കുക കേട്ടോ. ഇത്രയാണ് നമ്മളൊരു ലെറ്ററിൽ വരിക. പക്ഷെ നമുക്ക് ചെയ്യേണ്ടത് ഇതല്ല, ഇത് നമുക്ക് ചെയ്യാൻ തന്നിരിക്കുന്നതല്ല, ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി നിങ്ങൾ. നമുക്ക് ചെയ്യേണ്ടത് This letter is a formal one and it has a specific format. ഇതൊരു ഫോർമൽ ലെറ്റർ ആണ്. ഈ ഫോർമൽ ലെറ്റർ ഫോളോസ് എ ക്ലിയർ സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ. ഇറ്റ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. എപ്പോഴും നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ഫോർമൽ ലെറ്ററും ഉണ്ട്, ഇൻഫോർമൽ ലെറ്ററും ഉണ്ട്. ഫോർമൽ ലെറ്റർ പറഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലി എഴുതുന്ന ലെറ്റേഴ്സ് ആയിരിക്കും, ഇതുപോലെ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് അങ്ങനെ റെസ്പെക്ട്ഫുള്ളി എഴുതുന്നതായിരിക്കും. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാഷ്വലി എഴുതുന്ന ഫ്രണ്ട്സിന് എഴുതുന്ന ലെറ്റേഴ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ. ദ റോഡ് ടു, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The road to Mussoorie was blocked due to the landslide and the passengers had to face a lot of hardship. One of the passengers decides to write a letter to the Road Transport Authority requesting them to clear the road. Attempt the likely letter. അപ്പോൾ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, മസൂറിയിലേക്ക് പോകുന്ന റോഡ് മണ്ണിടിച്ചിൽ കാരണം ബ്ലോക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ പാസഞ്ചേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ വൺ ഓഫ് ദ പാസഞ്ചറിൽ ട്രാവൽ ചെയ്യണ ഒരു പാസഞ്ചർ നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുകയാണ്, പെട്ടെന്ന് തന്നെ ആ മണ്ണ് അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ആ ലെറ്റർ നോക്കാം. അപ്പോൾ ഞാനിവിടെ വിനയ് മിത്തൽ മസൂറി ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ആരാണോ അയക്കുന്നത് അവരുടെ പേര് കൊടുത്തു, ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 1/7/2025. ആർക്കാണോ അയക്കുന്നത് റെസിപ്പിയൻറ്റിൻ്റെ അഡ്രസ്സാണ് ദ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മസൂറി ഉത്തരാഖണ്ഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സല്യൂട്ടേഷൻ കൊടുക്കുക, റെസ്പെക്റ്റഡ് സർ മാഡം. ദെൻ സബ്ജക്റ്റ് കൊടുത്തു, റിക്വസ്റ്റ് ഫോർ ക്ലിയറിംഗ് ലാൻഡ് സ്ലൈഡ് ബ്ലോക്കേജ് ഓൺ ദ റോഡ് ടു മസൂറി. അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബോഡിയിലേക്ക് കടക്കാം. I am writing to bring to your urgent attention the severe disruption caused by recent landslide on the road leading to Mussoorie. This blockage has resulted in significant hardships for passengers, including myself, who are stranded and facing considerable difficulties. അപ്പോൾ ഈ മണ്ണിടിച്ചിൽ കാരണം റോഡ് ബ്ലോക്കായി, ഞാൻ അടക്കമുള്ള പാസഞ്ചേഴ്സിന് അത് കാരണം ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, next, we kindly request to the Road Transport Authority to take immediate action to clear the landslide and restore accessibility on this crucial road. Prompt intervention would greatly elevate the suffering of the affected passengers. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിനൊരു ആക്ഷൻ എടുക്കണം, അഫക്റ്റഡ് പാസഞ്ചേഴ്സിന് അത് വലിയൊരു ആശ്വാസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുക. ലാസ്റ്റ് ഒരു താങ്ക് യു, ഇതിന് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എഴുതാം, ഞാൻ താങ്ക് യു മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ലാസ്റ്റ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, അവരുടെ സിഗ്നേച്ചർ, ആരാണോ അവരുടെ പേര്. ഇത് അതേ ഫോർമാറ്റിൽ തന്നെ ഡ്രാഫ്റ്റ് ചെയ്തൊരു ലെറ്ററാണ് കേട്ടോ. നെക്സ്റ്റ്, Activity 2. Shamsuddin offers young Kalam the job of collecting and distributing newspapers from the railway station. He readily agrees to this. Write the likely conversation between them. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷംസുദ്ദീൻ ഓഫേഴ്സ് യങ് കലാം. ഷംസുദ്ദീൻ കലാമിന് ഒരു ജോബ് ഓഫർ കൊടുക്കുകയാണ്. എന്താണ്, രാവിലെ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് തന്നെ കലാം അതിനോട് ഓക്കെ പറയുന്നുണ്ട്, എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണം, കോൺവെർസേഷൻ ആണ്. Shamsuddin, Kalam, I have an opportunity for you. Would you be interested in collecting and distributing newspapers from the railway station? It's a way to earn a little and help out. അപ്പോൾ എന്താ പറയുന്നത്, എൻ്റെ അടുത്ത് നിനക്കൊരു അവസരമുണ്ട്, നിനക്ക് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഇതുപോലെ പേപ്പർ കളക്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിനക്ക് ചെറുതായിട്ട് ഏൺ ചെയ്യാൻ പറ്റും, നിന്നെ അത് ഹെൽപ്പ് ചെയ്യും ആ എമൗണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കലാം പറയും യെസ് ഐ വുഡ് ലവ് ടു താങ്ക് യു സോ മച്ച് ഫോർ തിങ്കിങ് ഓഫ് മീ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. എനിക്ക് താല്പര്യമുണ്ട്, എനിക്കിത് തന്നതിന് സന്തോഷം, ഞാൻ എൻ്റെ ബെസ്റ്റ് തന്നെ ചെയ്യാമെന്ന് പറയും. ഷംസുദ്ദീൻ പറയും ദാറ്റ്സ് എ സ്പിരിറ്റ് കലാം, യു വിൽ നീഡ് ടു ബി അറ്റ് ദ സ്റ്റേഷൻ. അപ്പോൾ ദാറ്റ് ദ സ്പിരിറ്റ് കലാം എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പാണ്. യു വിൽ നീഡ് ടു ബി അറ്റ് ദ സ്റ്റേഷൻ ഏർലി ഈച്ച് മോർണിംഗ്. രാവിലെ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം, അത് റെസ്പോൺസിബിലിറ്റി ആണ്, ബട്ട് ഐ നോ യു ആർ ക്യാപ്പബിൾ, നീ ചെയ്യുമെന്ന് എനിക്കറിയാമെന്ന് പറയും. കലാം പറയും ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ പ്രോമിസ് ഐ വോണ്ട് ലെറ്റ് യു ഡൗൺ. ഞാൻ പ്രോമിസ് ചെയ്യണു, ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല, ഐ എം എക്സൈറ്റഡ് ടു സ്റ്റാർട്ട്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് തുടങ്ങാൻ വേണ്ടിയിട്ടെന്ന് പറയും. ഷംസുദ്ദീൻ എക്സലൻറ്റ്, വി വിൽ സ്റ്റാർട്ട് ടുമോറോ, ദെൻ ദിസ് വിൽ ബി എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ യു. നമ്മൾ നാളെ തുടങ്ങും, ഇത് നിനക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്,
ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സിൽ ഫസ്റ്റ് ആക്ടിവിറ്റി ആണ്. റീഡ് ദ ഫോളോയിങ് പാസേജ് ഫ്രം ലിറ്റിൽ തിങ്സ് മാറ്റർ. Shamsuddin had great affection for me and encouraged me in so many ways that he became a guiding light for me. What could be the meaning of a guiding light in this contest? Discuss. ഈ guiding light എന്ന് പറയുന്നതിൻ്റെ ആ ഒരു മീനിങ് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് വാട്ട് ഡു വി കോൾ സച്ച് ഫ്രേസ്, ഇങ്ങനെ പറയുന്നതിന് എന്താ പറയുക, ഫ്രേസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഡിയം ആണ്. ആൻഡ് ഇഡിയം ഈസ് എ ഫ്രേസ് ഓർ എൻ എക്സ്പ്രഷൻ ദാറ്റ് ഈസ് എ ഫിഗറേറ്റീവ് മീനിങ് ഡിഫറെൻറ്റ് ഫ്രം ദ ലിറ്ററൽ മീനിങ് ഓഫ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ വേർഡ്സ്. അപ്പോൾ ഒരു വേർഡിന് നമ്മൾ വായിക്കുമ്പോൾ എ ഗൈഡിങ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലൈറ്റ് അങ്ങനെ ഗൈഡിങ് ലൈറ്റ് അങ്ങനെയല്ലേ പറയുന്നുള്ളൂ. അതിനൊരു ഇന്നർ മീനിങ് ഉണ്ട്. അതിൻ്റെ ഒരു ഫിഗറേറ്റീവ് മീനിങ് എന്താണോ അത് എക്സ്പ്രസ് ചെയ്യണതാണ് ഇഡിയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഗൈഡിങ് ലൈറ്റ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. എ ഗൈഡിങ് ലൈറ്റ് റെഫേഴ്സ് ടു സംവൺ ഹു പ്രൊവൈഡ്സ് ഇൻസ്പിറേഷൻ, സപ്പോർട്ട് ആൻഡ് ഡയറക്ഷൻ. ഒരാൾക്ക് ഇൻസ്പിറേഷനും സപ്പോർട്ടും ഡയറക്ഷനും കൊടുക്കുന്നതിനെയാണ് ഗൈഡിങ് ലൈറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹെൽപ്പിംഗ് അനദർ പേഴ്സൺ നാവിഗേറ്റ് ചലഞ്ചസ് ആൻഡ് അച്ചീവ് ദിയർ പൊട്ടൻഷ്യൽ. മറ്റുള്ളവരെ സഹായിക്കുക, അവരുടെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു. ഷംസുദ്ദീൻ ആക്ടഡ് ആസ് എ മെൻറ്റർ ആൻഡ് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഫോർ കലാം. ഷംസുദ്ദീൻ ഇവിടെ കലാമിൻ്റെ ഒരു മെൻറ്ററായിട്ടും കലാമിന് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളായിട്ടുമാണ് ഷംസുദ്ദീൻ ഇവിടെയുള്ളത്. ഈ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ്, നൗ മാച്ച് ദി ഫോളോയിങ് ഇഡിയോമാറ്റിക് ഫ്രേസസ് വിത്ത് ദിയർ കറസ്പോണ്ടിങ് മീനിങ്സ്. യു മേ റെഫർ ടു എ ഡിക്ഷണറി. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും ഒരു മാച്ച് ദി ഫോളോയിങ്ങും ആണ് തന്നിരിക്കുന്നത്. സ്റ്റേ ഇൻ ടച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? സ്റ്റേ കണക്റ്റഡ് ആണ് കേട്ടോ. അടുത്തത് കീപ് വൺസ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡു വാട്ട് വൺ പ്രോമിസ്ഡ്. അടുത്തത് കീപ്പ് ആൻ ഐ ഔട്ട് എന്ന് പറഞ്ഞാൽ ടു വാച്ച് കെയർഫുള്ളി ഫോർ സംതിങ് ഓർ സം വൺ ടു അപ്പിയർ. ഓക്കെ, ഇനി സി നോക്കാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ ഇഡിയോമാറ്റിക് ഫ്രേസസ് ഫ്രം ദ ടേബിൾ എബോ. മണീസ് ഫാദർ ആസ്ക്ഡ് ഡാനി ആൻഡ് മണി ടു സ്റ്റേ ഇൻ ടച്ച് വിത്ത് ഹിം ഡ്യൂറിംഗ് ദെയർ ജേർണി ടു നൈൻ ആൻഡ് ടു റിട്ടേൺ ദ നെക്സ്റ്റ് ഡേ. വെൻ ഇറ്റ് വാസ് ടൈം ഫോർ ദെയർ അറൈവൽ ഹി കുഡ്ന്റ് ഹെൽപ്പ് ബട്ട് keep an eye out for them. They keep one's word and arrived on time. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മാച്ച് ദി ഫോളോയിങ് മാച്ച് ചെയ്തിട്ടുണ്ട്, ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് Activity 2, read the following sentences. When I was about 8, World War II broke out. Daily life, however, remained fairly unaffected initially, particularly for us in the southern tip of the country. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് രണ്ടാം ലോക മഹായുദ്ധം വേൾഡ് വാർ സെക്കൻഡ് തുടങ്ങിയത്. പക്ഷേ അവരുടെ ഡെയിലി ലൈഫിനെ ഒന്നും അങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്ത പീരീഡിലൊന്നും അവരുടെ ഡെയിലി ലൈഫിനൊന്നും അഫക്റ്റ് ചെയ്തില്ല. ബിക്കോസ് എന്താണ്, ഈ രാമേശ്വരം എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ സൗത്തിൽ വരുന്നതാണ്. വേൾഡ് വാർ ഒന്നും സദേൺ ടിപ്പിനെ അത്ര അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വാട്ട് മൈറ്റ് ബി ദ മീനിങ് ഓഫ് ദ ഫ്രേസ് സിൽവർ ബ്രോക്ക് ഔട്ട് ഇൻ ദിസ് കോൺടെസ്റ്റ്. അപ്പോൾ ഈ കോൺടെസ്റ്റിൽ ബ്രോക്ക് ഔട്ടിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ബിഗാൻ സഡൻലി എന്നാണ് അതിൻ്റെ മീനിങ് വരിക. വേറെ മീനിങ്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുക, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതാണ് ബ്രോക്ക് ഔട്ടിൽ വരിക. അടുത്തത് നമുക്ക് ബി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നൗ ട്രൈ ടു യൂസ് ദ ഫ്രേസൽ വെർബ്സ് ഗിവൺ ഇൻ ദ ബോക്സ് ബിലോ ആൻഡ് കംപ്ലീറ്റ് യങ് കലാംസ് ഡയറി വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. നമുക്ക് ലുക്ക് ഫോർവേഡ് ടു, ഹാങ് ഇൻ, ക്യാരി ഓൺ, ടോസ് ഔട്ട്, അതുപോലെ തന്നെ പോർ ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്സ് ഫ്രേസൽ വെർബ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഡേ ഇൻഡീഡ് ആസ് ഓൾവേസ് ഐ ലുക്ക് ഫോർവേഡ് ടു ആണ് കേട്ടോ. ഇവിടെ ഒരു ടു ഉണ്ട്. As I always I look forward to reaching the railway station as early as possible. I knew that the bundles of newspapers would be tossed out of the moving train and I had to catch them. ഇത് ബണ്ടിൽ ഓഫ് ന്യൂസ് പേപ്പർ അവർ അവിടെ നിന്ന് വലിച്ചെറിയും. മൂവിങ് ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ഇല്ലല്ലോ, അവർ വലിച്ചെറിയും, നമ്മൾ ക്യാച്ച് ചെയ്യണം. ഐ നോ ഇറ്റ് ഈസ് നോട്ട് ഈസി ഫോർ എ ചൈൽഡ് ഫോർ 8 ലൈക്ക് മീ. 8 വയസ്സായ എന്നെപ്പോലൊരു കുട്ടിക്ക് അത് ഈസി അല്ലാന്ന് എനിക്കറിയാം. ബട്ട് ഐ വിൽ ഡു ഇറ്റ്. പക്ഷെ ഞാനത് ചെയ്യും. ഐ കാൺട്ട് കംപ്ലൈൻറ്റ്. ഞാൻ ആരോടും കംപ്ലൈൻറ്റ് പറയില്ല. ഐ വിൽ ഹാവ് ടു ഹാങ് ഇൻ സംഹൗ. ഞാൻ എങ്ങനെയെങ്കിലും അത് ചെയ്യണം. ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ഹെൽപ്പ് മൈ പാരൻസ്. ഐ കാൺട്ട് കോൺട്രിബ്യൂട്ട് മച്ച് ബട്ട് the little that I do matters. ഒരുപാടൊന്നും എനിക്ക് ഫാമിലീനെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് എനിക്ക് പറ്റും. I think I will have to carry on and play my part. Carry on continue ആണ് കേട്ടോ. Carry on and play my part. Moreover, after distributing all the newspapers, just to pour over the news is great fun and a means of acquiring knowledge. Oh God, let me always have the strength to help my parents. കലാമിൻ്റെ ഡയറി ആണ്. നമുക്ക് അവിടെ ആ ഫ്രേസൽ വെർബ് ഫില്ല് ചെയ്യാൻ മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കതിൽ കുറച്ച് ആക്ടിവിറ്റീസും കൂടെ ഉണ്ട്. ഒരു 2, 3, 4 ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ അടുത്ത ക്ലാസ്സോട് കൂടിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ അതിൽ ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.